സ്വന്തമാക്കിയ മഹാഗുരു, ഒരു കാലഘട്ടത്തിന്റെ തന്നെ മാറ്റൊലിയായി തീർന്ന ഹിമാലയൻ മാസ്റ്റർ അഷ്റഫ് സാർ ഇന്ന് നമ്മുടെ ഇടയിൽ എത്തിച്ചേരുകയാണ്. അദ്ദേഹത്തിന്റെ സുവർണ കാലഘട്ടം ത്യാഗവും വിശ്വാസവും സമർപ്പണവും സാധനകളും നിറഞ്ഞ മഹത്തായ യാത്രയുടെ അറിവുകളും അനുഭവങ്ങളും അതീന്ദ്രിയ ലോകത്തെ തന്നെ കീഴ്മേൽ മറിച്ചു എന്ന് മാത്രമല്ല, നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു എല്ലാം. ഭഗവത്ഗീത, വേദങ്ങൾ, ഉപനിഷത്തുകൾ, വിജ്ഞാൻ ഭാരതതന്ത്ര, ഭൈരവതന്ത്ര, ഖുറാൻ, ഹദീസ്, ബൈബിൾ എന്നീ മഹത് ഗ്രന്ഥങ്ങളുടെ ഉൾക്കാമ്പ് മാനവരാശിക്ക് വെളിപ്പെടുത്തി കൊടുത്ത അദ്ദേഹം ക്വാണ്ടം ഫിസിക്സ്, മെറ്റാഫിസിക്സ് തുടങ്ങി ശാസ്ത്രവും ബോധവും എങ്ങനെ സൂക്ഷ്മമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് മനസ്സിലാക്കി തന്ന ആദ്യ ഗുരു, പതിനായിരക്കണക്കിന് ജനങ്ങളെ ജീവിതത്തിലെ ഉന്നതിയിൽ എത്തിച്ചേരാൻ സഹായിച്ച ആധുനിക ലോകത്തിന്റെ ഹിമാലയൻ ഗ്രാൻഡ് മാസ്റ്റർ, ആർഷഭാരത സംസ്കാരത്തെയും മാനവ മൂല്യങ്ങളെയും ലോകത്തിന് സമ്മാനിച്ച ഏക വ്യക്തിത്വം, നമ്മുടെ ഏറെ പ്രിയങ്കരനായ അഷ്റഫ് സാർ നമ്മളെ ഏവരെയും കാണാൻ ഇന്നിവിടെ നമ്മുടെ മുന്നിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ പൊന്നിൻ തിരുവോണ ദിനത്തിൽ ഹൃദയം നിറഞ്ഞ സ്നേഹാദരങ്ങളോടെ എഴുന്നേറ്റ് നിന്ന് ബഹുമാന പുരസ്കാരം അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. നല്ലൊരു കൈയടി നമുക്ക് കൊടുക്കാം. ഓണാശംസകൾ. അതീന്ദ്രിയ വിഷയങ്ങൾ എന്ന് പറയണ, പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും പറയണ കുറച്ച് സെന്റൻസ് ഉണ്ട്. ഈ ഭൂമിയിലുള്ള ഒരു വിദ്യയുമായിട്ട് ഇതിന് ബന്ധമില്ല. രണ്ട്, മതമായിട്ട് ബന്ധമില്ല. ഇത് രണ്ടും എക്കാലത്തും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണം. ആയിരക്കണക്കിന് വിദ്യകളും ധ്യാനപരമുണ്ട്, നമ്മുടെ ഇതുമായിട്ട് ഒരു ബന്ധമില്ല. കാരണം ഒരു മനുഷ്യൻ ബോധം, മൈൻഡ്, പ്രപഞ്ചം, എനർജി, ഈ കളിക്കളത്തിൽ ഇത്രയേ ഉള്ളൂ. എന്നിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. പ്രാക്ടീസ് ചെയ്യാതിരുന്നാൽ യാതൊരു ഗുണവും ഇതുകൊണ്ട് കിട്ടുന്നില്ല. ഇതെന്നല്ല, എന്തും പ്രാക്ടീസ് ഇല്ലാതെ, അഭ്യാസമില്ലാതെ ഒന്നും ഈ ഭൂമിയിൽ സാധ്യമല്ല. അഭ്യാസം ചെയ്യുന്നവരും നിങ്ങൾ തളയിക്കൊണ്ടിരിക്കും, പവറായിക്കൊണ്ടിരിക്കും. പിന്നെ എക്കാലത്തും ഞാൻ പറയുന്നതാണ്, മെഡിറ്റേഷൻ ചെയ്താൽ രണ്ടാമതൊരു തട്ടിലേക്ക് കടന്നില്ലെങ്കിൽ ആള് നിഷ്ക്രിയനായി പോകും, ജഡവസ്തുവായി മാറും, യാതൊരു പ്രയോജനം ഇല്ലാത്ത മനുഷ്യരായി മാറും. മെഡിറ്റേഷൻ ചെയ്ത ആ പവറിനെ നിങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് ഉപയോഗിക്കണം. ഒരു ടൂളായിട്ട് നിങ്ങളുടെ ഭൗതിക ലോകത്തേക്ക് ഉപയോഗിച്ചാൽ മാത്രമേ നിങ്ങൾ ഈ ലോകത്തിന് പ്രയോജനമുള്ള ഒരാളായി തീരുള്ളൂ. അല്ലാത്തോടത്തോളം കാലം മെഡിറ്റേഷൻ ചെയ്ത്, അതാണ് ഇന്നത്തെ ലോകത്ത് പറ്റിക്കൊണ്ടിരിക്കുന്നത്, ഈ ദൈവത്തിനെ തപ്പണ പരിപാടി. അതായത് മെഡിറ്റേഷൻ ചെയ്യും, മെഡിറ്റേഷൻ ചെയ്ത് ഈ നിമിഷത്തിലാവും ലയിച്ചിങ്ങനെ ഇരിക്കും. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയില്ല, ഗുരുക്കന്മാർക്കും അറിയില്ല. അവിടെയാണ് അറിഞ്ഞിരിക്കേണ്ടത്. മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പവർ നിങ്ങളിൽ വരും. അതേത് മെഡിറ്റേഷൻ? പ്രാണവായു ധ്യാനം. രണ്ടാമത്തെ മെഡിറ്റേഷൻ ഈ ഭൂമിയിലില്ല. പ്രാണവായു മെഡിറ്റേഷൻ ചെയ്താൽ ഊർജത്തിന്റെ തീയായി മാറും ഒരു വ്യക്തി. അത് കഴിഞ്ഞാൽ ലഭിച്ച ഊർജത്തെ, തപശക്തിയെ, മെഡിറ്റേഷണൽ പവറിനെ അത് ടൂളായിട്ട് ഭൗതിക ലോകത്തേക്ക് ഉപയോഗിക്കണം. അല്ലെങ്കിൽ ആ വ്യക്തിയെ പിന്നെ ഒന്നിനും കൊള്ളില്ല, അല്ലെ? നിങ്ങൾ പിന്നെ ഈ ഭൂമിയിലേക്ക് വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഗുണാതീതമായിട്ട് ജഡവസ്തുവായി ഈ മാനവരാശിയായിട്ട് ഒരു ബന്ധവുമില്ല, ഒരു കൊടുക്കലും വാങ്ങിക്കലും ഇല്ല, എനിക്ക് ആരുമായിട്ട് ഒരു കണക്ഷനും വേണ്ട. അങ്ങനെ വന്നാൽ ഒരു മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് വരുന്നതിൽ യാതൊരു അർത്ഥമില്ല. അതുകൊണ്ടാണ് പല കമന്റ്സും പല പ്രതിഭാസങ്ങളും. എന്തുകൊണ്ട് ആ മാസ്റ്റേഴ്സ് ഈ ലോകം തന്നെ ചെയ്തില്ല, എന്തുകൊണ്ട് മാസ്റ്റേഴ്സിന് പവർ ഉണ്ടാകും ചെയ്തില്ല? അതിന്റെ ഒരു ഉത്തരമാണ് ഞാൻ തരുന്നത്. മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലേക്ക് ഇത് ഉപയോഗിക്കണം. വീണ്ടും ഞാൻ പറയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആർക്കും വേണ്ടാത്ത ആളായി മാറുന്നത് തന്നെയല്ല, കുടുംബം ഉണ്ടാവില്ല, ഫൈനാൻസിന്റെ പ്രശ്നമായിരിക്കും, വീട് പോവും, എല്ലാം നഷ്ടപ്പെട്ട ആളായി തീരും. ഓർത്തുവെച്ചോളാം. അതുകൊണ്ട് കിട്ടിയ പവറിനെ ടൂളാക്കി ഭൗതികത്തിലേക്ക് ഉപയോഗിക്കാം. കാരണം ഫൈനാൻസ് ആവശ്യമാണ്, സാമ്പത്തികം എല്ലാവർക്കും ആവശ്യമാണ്. ചൈന, ജപ്പാൻ, കൊറിയ ഇവരിത് ഈ ബോധത്തെ ടൂളാക്കി നിങ്ങളുടെ കയ്യിലേക്ക് തന്നു. ഇന്ത്യയിൽ നിന്ന് പോയ സംഭവം ഒക്കെ ടൂളാക്കി, ആപ്ലിക്കേഷൻ ആക്കി നിങ്ങളുടെ കയ്യിലേക്ക് തന്നു. എഞ്ചിനീയറിംഗ് തപ്പണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ ഇതിന്റെ എഞ്ചിനീയറിംഗ് തപ്പണ്ട, ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് തപ്പണ്ട, ഉപയോഗിച്ചാൽ മാത്രം മതി. ഞാൻ അത് തന്നെയാണ് ചെയ്തേക്കണേ. ഒരു ജന്മം മുഴുവനുള്ള പ്രപഞ്ച രഹസ്യം ഒരു ഗ്ലാസ് കപ്പ്, അതായത് ഒരു കപ്പിലാക്കി പായസമാക്കി അതിൽ നിന്നും എടുത്തു കളയേണ്ടതൊക്കെ കളഞ്ഞ് ഇനി അതിലേക്ക് ചേർത്താൽ അത് കളങ്കമായി തീരും, അല്ലെങ്കിൽ അത് ഡൈലൂട്ട് ആയി പോകും. അതങ്ങോട്ട് കഴിച്ചാൽ മാത്രം മതി. അതിനെന്ത് പറയാം? അത് പ്രാക്ടീസ്. ഇവിടെ കഴിക്കാന്ന് ഞാൻ ഉദ്ദേശിച്ചത് പ്രാക്ടീസ് ആണ്. നിങ്ങൾ ഡീൽ ചെയ്ത് യൂണിവേഴ്സുമായിട്ടാണ്. അതുകൊണ്ട് ഇത് നിങ്ങളെ പഠിപ്പിക്കേണ്ട വിഷയമേ അല്ല. കാരണം ഒരു 70 വയസ്സ് മുകളിലേക്ക് മറുചോദ്യമില്ലാതെ പ്രാക്ടീസ് ചെയ്യുന്ന പക്വതയാളെ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് ആണ്. പെട്ടെന്ന് എടുത്തിട്ട് കയ്യിലേക്ക് സമയമില്ലാത്ത രീതിയിൽ തന്നിരിക്കുന്നത്. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും. പ്രാക്ടീസ് ചെയ്യാതെ എന്ത് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇതെന്നല്ല ഏത് സംഭവം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ സാമ്പത്തിക പ്രശ്നമല്ല. ആരെങ്കിലും നിങ്ങളെ വെറുതെ ഇവിടെ വിളിച്ചോ? ഇല്ല. വണ്ടിക്കൂലി കൊടുക്കേണ്ടി വന്നു,
കാറിൽ വന്നിട്ട് പെട്രോൾ ഒഴിക്കേണ്ടി വന്നു അല്ലെ? ഞാൻ അത് തന്നെയാണ് പറയുന്നത്. മെഡിറ്റേഷൻ ചെയ്തിട്ട് നിങ്ങൾ ഭൗതിക ലോകത്തിലേക്ക് പവറിനെ ഉപയോഗിച്ചില്ലെങ്കിൽ, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് 2 ലിറ്റർ പെട്രോൾ തന്നു, നിങ്ങൾ ആ പെട്രോൾ ഒരു ജന്മം തൂക്കി പിടിച്ചുകൊണ്ട് നടന്നു, ആ പെട്രോൾ ചോദിച്ചിട്ട് നടന്നു, അതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടാവും? എപ്പോ വരെ അത് വണ്ടിയിൽ ഒഴിക്കുന്നില്ലയോ ആ വണ്ടിക്ക് യാതൊരു പ്രയോജനവുമില്ല. ഇതുപോലെയാണ് നിങ്ങൾക്ക് കിട്ടിയ ഈ വിദ്യയുടെ പവറിന് ഭൗതിക ലോകത്തേക്ക് നിങ്ങളുടെ ഏതൊക്കെ മേഖലയാണോ സമസ്ത മേഖലയിൽ ഉപയോഗിക്കാം. അപ്പോഴാണ് പവർഫുൾ ആയി തീരുന്നത്. അത് ഇന്ന് നാളത്തേക്കുള്ള ജഡ്ജ്മെന്റ് വേണ്ട, അത് വന്നോളുമില്ല. ആ ഒരു തലത്തില് മൈൻഡ് ഓട്ടോമാറ്റിക് സന്നദ്ധമായി തീരും. ചെയ്തു, പിന്നെ ഒരു ടെൻഷനും ഇല്ല ആ വ്യക്തിക്ക്. വന്നാലും ശരി, വന്നില്ലേലും ശരി. അപ്പോ എന്തിനെ തേടിയില്ലോ അത് നിങ്ങളുടെ അടുത്തേക്ക് വരും. അതാണ് ഇതില്. അതായത് തേടി ചെന്നാൽ അന്വേഷണമാണ്. അതാണ് ഞാൻ മെഡിറ്റേഷൻ എപ്പോഴും പറയുന്നത്. എന്തെങ്കിലും നിങ്ങൾ ജഡ്ജ്മെന്റ് കൊടുത്തോ, അത് മതത്തിന്റെ ആവട്ടെ, മന്ത്രങ്ങളാവട്ടെ, വിഷ്വൽ ആവട്ടെ, രൂപങ്ങളാവട്ടെ, നിങ്ങൾക്ക് ഒരിക്കലും അതിന്റെ ഗുണം കിട്ടാൻ പോണില്ല. നിങ്ങൾ ഒന്നിനെയും മാറ്റാൻ പാടില്ല. ആസ് ഇറ്റ് ഈസ്. അത് പ്രാണവായുവിനെ അത് സാധിപ്പിക്കാൻ സാധിക്കുള്ളൂ. വേറെ ഒന്നും സാധ്യമല്ല. നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനും ഈ ഭൂമി, ഈ പ്രപഞ്ചത്തെ പിളർന്ന് അതിന്റെ സൂക്ഷ്മതയുടെ അച്ചുതണ്ടിലേക്ക് എത്താനും ഒരേ ഒരു ഒറ്റ പാലമുള്ളൂ, പ്രാണവായു. കാരണം എന്താണ്? സകല രഹസ്യങ്ങളും സകല വിദ്യകളും സകല അപകടങ്ങളും സകല ജ്ഞാനങ്ങളും എല്ലാം അടങ്ങിയിരിക്കുന്നത് ഈ 5 എലമെന്റ്സ്, നിങ്ങളുടെ നിലനിൽപ്പിന്റെ കാരണക്കാരനായ പ്രാണവായു. അതിന്റെ പേര് തന്നെ കണ്ടോ, പ്രാണവായു. പക്ഷെ ഈ ചൈനയിലും ടിബറ്റിലൊക്കെ എന്ത് ചെയ്തു? അതിനെ ഏറ്റക്കുറച്ചിലുകൾ കൊടുത്ത് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്ത് അത് വേറെ എന്തൊക്കെയോ ആക്കി മാറ്റി. കൂട്ടിയാൽ എന്ത് പറ്റും? മൈൻഡ് വർക്ക് ചെയ്യും. അപ്പൊ ശരിക്കും ആലോചിച്ചാൽ 99% നിങ്ങളുടെ മനസ്സാണ് ഇതിലെ വില്ലൻ. അത് യാഥാർത്ഥ്യമല്ല. 99% നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും അത്ഭുതമോ ഒക്കെ നിങ്ങളുടെ മൈൻഡ് സൃഷ്ടിക്കുന്നതാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗമുള്ളൂ, ജസ്റ്റ് ഗുണാതീതമായി പ്രാണവായുവിന് വിറ്റ്നസ് ആയി തീരുക. നിങ്ങളുടെ പ്രാണവായുവിന് നിങ്ങൾ വിറ്റ്നസ് ആയി തീരുക. അതൊരു വിദ്യയാണ്. അതാണ് പ്രപഞ്ച രഹസ്യ മഹാവിദ്യ. ഇതിനെ വെല്ലാൻ ഒരു വിദ്യ ഇല്ലാലും ആരൊക്കെ എന്തൊക്കെ പഠിപ്പിച്ചാലും ഇതിലേക്ക് കടക്കാതെ ആ വ്യക്തിക്ക് ഒന്നും അറിയാനും പറ്റില്ല. അപ്പൊ നിങ്ങൾ ഇത്രയും ആൾക്കാർ ഇവിടെ വരാൻ കാരണം എന്താണ്? ഇത്രയും ഉള്ളിലുള്ള ഒരു ഏരിയയിൽ ഞാൻ പോലും അറിഞ്ഞില്ല നിങ്ങളൊക്കെ വിളിച്ചേക്കണ കാര്യം. കുറെ പേര് വരുന്നുണ്ടെന്ന് പറഞ്ഞു. വരാൻ കാരണം എന്താ? എന്തോ ഗുണം നിങ്ങൾക്ക് എവിടെയോ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ? എവിടെ എന്തൊക്കെയോ ഗുണം കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നിരിക്കും നിങ്ങളല്ലേ? നമ്മുടെ ക്ലാസ്സിൽ കാണാം എല്ലാവരും തന്നെ വീണ്ടും വീണ്ടും വരുന്നു, വീണ്ടും വീണ്ടും എവിടെയായാലും വന്നുപെടാണ്. കാരണം എന്താ? ഗുണം കിട്ടിയില്ലെങ്കിൽ ആരെങ്കിലും ഈ പ്രഭാഷണം കേൾക്കാൻ വന്നിരിക്കോ? അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ പണം ഉണ്ടാക്കൂ, നിങ്ങളുടെ ആരോഗ്യം രക്ഷിക്കൂ, കുടുംബം നോക്കൂ. ഉത്തരവാദിത്തങ്ങളിൽ ഒളിച്ചോടലല്ല മെഡിറ്റേഷൻ എന്ന് പറയണേ. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടലോ തപ്പലോ തേടലോ അല്ല മെഡിറ്റേഷൻ. പ്രാണവായുവിനെ അറിയലാണ് മെഡിറ്റേഷൻ. അത് ജീവിതത്തിന്റെ ഒരു ഭാഗം, ഭൗതിക ജീവിതത്തിന്റെ കൂടെ ഇതും ഒരു ഭാഗം. കാരണം എന്താണ്? ഭൗതിക ജീവിതത്തിൽ വരുന്ന നിരവധി പ്രശ്നങ്ങളും കോലാഹലങ്ങളും നേരിടാൻ ഒരു എക്സ്ട്രാ ഓർഡിനറി പവർ, അതൊരു യൂണിവേഴ്സൽ ലെവലിലായിരിക്കണം. ആ ലെവൽ ആക്കി വയ്ക്കണം നമ്മള്. അപ്പോ ഇതിന്റെ ഭാഗമായിട്ടാണ് കൊണ്ടുപോയി. എല്ലാത്തിനും നമ്മളുണ്ട് അല്ലെ? അതായത് സൊസൈറ്റിയിലുണ്ട്, കൾച്ചറിലുണ്ട്, നമ്മുടെ സംസ്കാരങ്ങളിലുണ്ട്, ആചാരങ്ങളിലുണ്ട്. എന്നാൽ ഒരു രഹസ്യം നമ്മളിലുണ്ട്, അത് ആരിലും ഇല്ലാത്ത യൂണിവേഴ്സൽ മെഡിറ്റേഷണൽ പവർ. എന്നാലാണ് അതിലേക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. മറ്റത് നമ്മൾ ഈ കിടന്ന് ഓട്ടാണ്ടാവുള്ളൂ, കഷ്ടപ്പെടലുണ്ടാവുള്ളൂ. അപ്പൊ ഇത് ഓണത്തിന്റെ ഒരു വേദിയാണ്. ഇത് പറയേണ്ട ഒരു വേദിയല്ല, എങ്കിലും പഠിച്ച ആൾക്കാരൊക്കെ കുറെ ഉണ്ടാവും. നമ്മൾ ക്ലാസ് ഒക്കെ തുടങ്ങും, കുഴപ്പമില്ല. ട്രസ്റ്റ് നിങ്ങൾ അറിയിക്കും എല്ലാവരെയും. ഓണത്തിന്റെ ഒരു പ്രസക്തി എന്ന് പറഞ്ഞാൽ മതസൗഹാർദ്ദത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു സംഭവമാണ്. കേരളത്തിന്റെ ഒരു മലയാളിയുടെ ഓണം മറക്കാൻ പറ്റില്ല. എവിടെ ഓണം സമാജം, മലയാളി സമാജം, ഇങ്ങനെയുള്ള സംഭവമൊക്കെ വടക്കേ ഇന്ത്യയിലും ഒക്കെ ഉണ്ട്. അതിന്റെയൊക്കെ പലപ്പോഴും ഞാൻ പ്രസിഡന്റൊക്കെ ആയിട്ട് ഇരുന്ന് പഞ്ചാബിലൊക്കെ മലയാളി സമാജം, അവിടെയും പിന്നെ ഈ പല പല ഗ്രൂപ്പുകളും പ്രശ്നങ്ങൾ അവിടെയും ഉണ്ടായി. എക്കാലത്ത് എവിടെയും പ്രശ്നമാണ്. എവിടെ പണം വന്നോ അവിടെ പ്രശ്നമാണ്, ഓർത്തു വെച്ചോളണം. എവിടെ അത് മെഡിറ്റേഷൻ എന്നല്ല ഏത് പ്രസ്ഥാനമായാലും എവിടെ 2 രൂപ വന്നോ അവിടെ അടിയായി പിറ്റേ ദിവസം, പിന്നെ ആകെ കോലാഹലമായി. ഇതിൽ പറഞ്ഞേക്കുന്നതാണ്. അതുകൊണ്ട് ഇതിൽ കൗതുകപ്പെടാനില്ല. എവിടെ എന്തെങ്കിലും ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ തുടങ്ങാം. അതേസമയം പൈസയുടെ ഒരു ഡീലിംഗ് നടക്കുന്നില്ല, ദക്ഷിണ ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ. ആർഷഭാരത സംസ്കാരത്തിന്റെ കുറെ നിയമങ്ങളുണ്ട്. ഒരു ഗുരുവിനെ കണ്ടാൽ ദക്ഷിണ കൊടുക്കണമെന്നുള്ളത് ഭാരത സംസ്കാരത്തിന്റെ അടിത്തട്ടാണ്, അടിവല. അത് എന്തിന് ഏതിന് ചോദിക്കുക, മേടിക്കുക, പറയുക, ഇങ്ങനെയുള്ള കുറെ നിയമാവലികളുണ്ട്, പ്രപഞ്ച തത്വങ്ങൾ. അത് വെച്ചിട്ടൊക്കെ ഇഷ്യൂ ആക്കിക്കളാം ചിലരല്ലേ. എല്ലാവർക്കും അറിയാം. ഒരു മഹാഗുരു, അതാരും ആയിക്കൊള്ളട്ടെ, ചെന്ന് നമ്മളൊരു വിദ്യ പഠിക്കുന്നു, അല്ലെങ്കിൽ ഗുരു സമക്ഷം ചെല്ലുന്നു. ആർഷഭാരത സംസ്കാരത്തിന്റെ നിയമം ഭാരതത്തിൽ പഠിപ്പിച്ചിരിക്കുന്നത് നമുക്കൊരു വിദ്യ തരുവാണ്, ഒരു നിഗൂഢ വിദ്യ എന്തുമായിക്കട്ടെ. അപ്പൊ നമ്മൾ മനസ്സുകൊണ്ട് ആരും ചോദിക്കാതെ തന്നെ, അവകാശപ്പെടാതെ തന്നെ നമ്മൾ സമർപ്പിക്കുന്നു. അത് ഭാരതത്തിന്റെ ഒരു നിയമാവലിയാണ്. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഓണത്തിൽ കൂടിയൊക്കെ പ്രതിഫലിച്ചിട്ടുണ്ട്, പല പല കാര്യങ്ങളും. ഇപ്പൊ മഹാഭാരതത്തില് നിങ്ങൾ കേട്ടിട്ടില്ലാത്തൊരു സംഭവം പറയാം.
ഗീതോപദേശമാണ് മഹാഭാരതത്തിന്റെ ക്രീം എന്ന് പറയുന്നത്. കാരണം എന്താ? അതിലാണ് തത്വങ്ങൾ മുഴുവൻ വന്നിരിക്കുന്നത്. ഗീതോപദേശത്തില് സാധാരണ മനുഷ്യർക്ക് അറിയില്ലാത്ത സംഭവം എന്താണ്? അതിലടങ്ങിയിരിക്കുന്ന വിദ്യകൾ. ഗീതോപദേശം ഏതാണ്ട് 2500ഓളം വിദ്യകൾ അടങ്ങിയ സംഭവമാണ്. പക്ഷെ ആർക്കെങ്കിലും അതറിയാവും? ഇല്ല. എല്ലാവരും നോക്കുമ്പോൾ അസ്ത്രം വീഴുന്നു, അസ്ത്രം താഴെ വീഴുന്നു, ഒരാൾ മരിക്കുന്നു, ഈ രീതിയിലുള്ള അതിലടങ്ങിയിരിക്കുന്ന തത്വങ്ങളും വിദ്യകളും ഭൗതിക ലോകത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിൽ അർജുനന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്. അതായത് ധ്യാനം ചെയ്യൂ, പ്രാണവായുവിൽ ധ്യാനിക്കൂ. കാരണം എന്താണ്? ഈ യുദ്ധത്തിൽ നിന്റെ മനസ്സ് ചാഞ്ചാടിയേക്കാം. അചഞ്ചലമായ മനസ്സ് വേണം അവിടെ. അതിന് പ്രാണവായുവിനെ സംഭവിപ്പിക്കാനുള്ള കഴിവുള്ളൂ. അത് നിഗൂഢമായിട്ട് കിടക്കാണ്. അത് തന്നെയാണ് ഖുറാനിലും വന്നിരിക്കുന്നത്. നബിയുടെ സമയത്ത് നിരവധി യുദ്ധങ്ങൾ ഉണ്ടായി. വിശുദ്ധരെയൊക്കെ എടുത്ത യുദ്ധം കൊണ്ട് വളഞ്ഞേക്കാണ് എല്ലാവരും തന്നെ. ഒരു യുദ്ധ കോലാഹലമായിരുന്നു. നമ്മൾ ആലോചിക്കും, എന്തിനാണ് ഈ വിശുദ്ധന്മാർ യുദ്ധമെല്ലാം നടത്തിയിരിക്കുന്നത്? നബി നോർമലായിട്ട് പറഞ്ഞാൽ തലയിൽ കയറില്ല. അതായത് സാധാരണഗതിയിൽ ശ്രീകൃഷ്ണൻ അർജുനനോട് തത്വം പറഞ്ഞാൽ തലയിൽ കയറില്ല. കാരണം തുടക്കം മുതൽ അവസാനം വരെ സംശയാലുമാണ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നേരിട്ടൊരു തത്വം പറഞ്ഞാൽ തലയിൽ കയറില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? യുദ്ധങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. സൃഷ്ടിച്ചേക്കണതല്ല, സൃഷ്ടിക്കപ്പെട്ടു. അതിനെ തടയിടാൻ പോയില്ല. വേണമെങ്കിൽ സങ്കല്പ ശക്തി ഉപയോഗിച്ച് ശ്രീകൃഷ്ണനൊക്കെ ഒരു സെക്കൻഡ് മതി യുദ്ധം ഇല്ലാതെയാക്കാൻ, സംഭവിപ്പിക്കാൻ പറ്റും. പക്ഷെ സംഭവിപ്പിച്ചില്ല. കാരണം എന്താണ്? ആ കർമ്മം ചെയ്താലേ ഒരാൾക്ക് മനസ്സിലാവുള്ളൂ. ഒരാളോട് പറഞ്ഞു അവിടെ കുഴിയാണ്, അങ്ങോട്ട് പോകരുത്. പക്ഷെ എന്നിട്ടും അയാൾ ചെന്ന് കുനിഞ്ഞു നോക്കി, ഇത് കുഴി തന്നെയാണോ? അപ്പൊ എന്ത് ചെയ്യും? ഒന്ന് തള്ളിയിടും ഗുരു. അപ്പൊ പറയും, അയ്യോ ഗുരു ഇത് കുഴിയാണെന്നല്ലോ. ഇപ്പൊ മനസ്സിലായോ? കുഴിയാണ്, കൈയും കാലും ഒക്കെ ഒടിഞ്ഞപ്പോ മനസ്സിലായി എന്ന് പറഞ്ഞതുപോലെ പല കാര്യങ്ങളും അനുഭവം കൊണ്ടേ പഠിക്കുകയുള്ളൂ. അത് തന്നെയാണ് ബൈബിളിൽ ജീസസ് പറഞ്ഞത്. ജീസസിന്റെ നേരെ പത്രോസ് വെള്ളത്തിന്റെ മുകളിൽ കൂടി നടന്നുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ താഴ്ന്നു പോയി. അല്ലോ കർത്താവേ, ഞാൻ എന്തുകൊണ്ട് താഴ്ന്നു പോയി? ഇതുവരെ ഞാൻ വെള്ളത്തിന്റെ മുകളിൽ കൂടി നടന്നു, നീ എന്തിന് സംശയിച്ചു? കാരണം അവിടെ വരെ വന്നപ്പോ ഒരു സംശയം, ജീസസ് യഥാർത്ഥ ഗുരു ആണോ? ഇനി ഞാൻ വെള്ളത്തിന്റെ മുകളിൽ കൂടെ തന്നെയാണോ നടന്നത്? വെള്ള തട്ടിപ്പ് നടത്തിയോ? ഇങ്ങനെയുള്ള സംശയം വന്നതും താഴെ പോയി. കാരണം സൂക്ഷ്മതയിൽ നിന്ന് വ്യതിചലിച്ചു. സൂക്ഷ്മതയിൽ സംശയമില്ല. അത് പ്രസന്റിലേ വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ എനർജി വേൾഡ് എല്ലാം ഈ നിമിഷത്തിലേ വർക്ക് ചെയ്യുള്ളൂ. അത് കാലത്തിൽ വർക്ക് ചെയ്യില്ല. അപ്പോൾ മൈൻഡ് വർക്ക് ചെയ്യില്ല. മൈൻഡ് ഈ നിമിഷത്തിലായിരിക്കും. അതാണ് നമുക്ക് വേണ്ട പവർ. ഉഗ്രമായ പവർ എപ്പോഴും പ്രസന്റിലാണ്. നമ്മുടെ മനസ്സ് വ്യതിചലിക്കില്ല. എല്ലാവർക്കും ഭയം, ആകുലത, ടെൻഷൻ, സാമ്പത്തികം. ഒരു മനുഷ്യനെ എപ്പോഴും ചുറ്റി വരിഞ്ഞേക്കണാണ് സാമ്പത്തികം. രണ്ട് ആരോഗ്യം, അല്ലെ? ഇന്നത്തെ കാലഘട്ടത്തിൽ ലൈഫ് സ്റ്റൈൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഞെട്ടിപ്പോകും. ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ മൊത്തം പ്രശ്നമാണ്. എപ്പോ വേണമെങ്കിലും എന്തും സംഭവിക്കാം. ആർക്കും പറയാൻ പറ്റില്ല ഞാൻ സമ്പൂർണ്ണ ആരോഗ്യവാനാവുന്നു, ഒരു അസുഖം പോലും ഇല്ല, ഒരു ടാബ്ലറ്റ് പോലും ഞാൻ കഴിക്കുന്നില്ല എന്ന് പറയാൻ ആരെ കൊണ്ടും പറ്റുന്നില്ല. പക്ഷെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അതല്ല. ആരോഗ്യ പ്രശ്നങ്ങൾ. മൈൻഡാണ് ഇതിലെ വില്ലൻ. എല്ലാത്തിന്റെ പിന്നിൽ മൈൻഡാണ്. മൈൻഡ് ചിന്തിക്കുമ്പോൾ തന്നെ ഹോർമോൺ മാറി മറിയും. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു ജയിൽ പുള്ളിയെ ജയിലിലിട്ടു. അയാൾ പറയുകയാണ്, അയാളെ വേറൊരു ജയിൽ പുള്ളി ഒരു സൂചി കൊണ്ട് കുത്തി. ഇയാളോട് പറഞ്ഞു, നിന്നെ പാമ്പാണ് കൊത്തിയെന്ന് വെറുതെ പറഞ്ഞു. അയാൾ ചിന്തിച്ച് ഒരു ദിവസം മരിച്ചു. കൂടെയുള്ള ജയിൽ പുള്ളി പറഞ്ഞു, നിന്നെ പാമ്പാണ് കൊത്തിയിരിക്കുന്നത്. അയാൾ അത് വിശ്വസിച്ചു. അതിഭീകര വിശ്വാസം, കീറിമുറിച്ചുള്ള വിശ്വാസം. വിശ്വസിച്ച് ആള് മരിക്കുന്നു. 10ാം ദിവസം മെഡിക്കൽ സയൻസ് ചെക്ക് ചെയ്തപ്പോൾ പാമ്പിന്റെ വിഷം അയാളുടെ ശരീരത്തിൽ പ്രസന്റ് ആയിരുന്നു. ആ ഹോർമോൺ. മനസ്സിലാക്കേണ്ടത്, മൈൻഡിന് എന്തും സംഭവിപ്പിക്കാനുള്ള കഴിവുണ്ട്. അത് പ്രസന്റിൽ കൊണ്ടുവരണം. അതുകൊണ്ടാണ് നിങ്ങൾ കാൽപ്പനികത കൊടുത്തിട്ട് അത് വർക്ക് ചെയ്യാത്തത്. കാലഘട്ടത്തിൽ നിന്നിട്ട് നമ്മൾ സങ്കല്പം കൊടുത്താൽ അതൊരു ദിവാസ്വപ്നമായി മാറും. ഈ നിമിഷത്തിലേക്ക് മൈൻഡിനെ കൊണ്ടുവരിക. ഈ നിമിഷത്തിലേക്ക് മൈൻഡിനെ കൊണ്ടുവരാൻ വേണ്ടിയാണ് പ്രാണവായു മെഡിറ്റേഷൻ. യൂണിവേഴ്സൽ വിദ്യ. ഇതൊരു മതത്തിന്റെ അല്ല. പ്രാണവായു മെഡിറ്റേഷൻ ഈ ഭൂമിയിൽ ഒരു മതത്തിന്റെ അല്ല. അറിഞ്ഞിരിക്കുക. പ്രാണവായു തന്നെ ആരുടെയും അല്ല. അപ്പൊ അതിനുള്ള ഏകാഗ്രതയും ആരുടെയല്ല. ആരും അവകാശപ്പെടാനുമില്ല. പലതും അതിനെ നീട്ടിക്കുറുക്കി പല രീതിയിലും കാണാം. ചൈനയിലും ടിബറ്റിലും ഒക്കെ. അതെല്ലാം തെറ്റ്. ഒന്നിനെ മാറ്റിമറിക്കാൻ പോകരുത്. മാറ്റിമറിച്ചാൽ മൈൻഡ് വർക്ക് ചെയ്യും. നിങ്ങൾ എന്തെങ്കിലും കൊടുത്തോ മൈൻഡ് വർക്ക് ചെയ്യും. പിന്നെ നിങ്ങൾ വ്യതിചലിച്ചു പോയി. നിങ്ങൾ കാലത്തിലേക്ക് ആയി കഴിഞ്ഞു. അപ്പോ ഒന്നിനെ ജഡ്ജ്മെന്റ് ചെയ്യണ്ട. അതിൽ തന്നെ നിൽക്കുക. പ്രാക്ടീസ് ചെയ്തേ പോവുക. ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക. ഭാര്യ, കുട്ടികൾ, കുടുംബം, അച്ഛനമ്മമാർ, വാപ്പമ്മമാർ, ഇവരൊക്കെ നിങ്ങൾ നോക്കുക. കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിന്റെ കൂടെയൊക്കെ ഇത് കൊണ്ടുപോകാൻ. കേട്ടിരിക്കുന്നതും കണ്ടിരിക്കുന്നതും ആചാരങ്ങളും മതപരമായ ചടങ്ങുകളും കാര്യങ്ങളാണ്. ഇത് മതത്തിന് അതീതമാണ്, ആചാരത്തിനും അതീതമാണ്. പ്രാണവായു മെഡിറ്റേഷൻ മതത്തിൽ ഒതുങ്ങുന്നതല്ല. പവർ എന്ന് പറയുന്നത് തന്നെ മതത്തിന്റെ ആചാരത്തിൽ ഒതുങ്ങുന്നതല്ല. മതാചാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നതാണ് ഒരു മനുഷ്യനെ വാർത്തെടുക്കാൻ. അപ്പോഴും ബോധമാണ് അവിടെ വർക്ക് ചെയ്യേണ്ടത്. അതെല്ലാം മതത്തിന്റെ ഉന്നതമായ ഭാവങ്ങളാണ്.
ഇപ്പൊ ഇസ്ലാമിലേക്ക് വന്നാൽ ഹക്കീക്കത്ത് മാരിഫത്ത് സാധാരണക്കാർ ചിന്തിക്കാനും പോലും പറ്റില്ല. അത്രയ്ക്ക് ഉന്നതമായ യൂണിവേഴ്സുമായിട്ട് ഇടപെടുന്ന തലം. മഹാഭാരതത്തിലേക്ക് ഗീതയിലേക്ക് വന്നാലോ പരാശക്തി പരബ്രഹ്മം ഗുണാതീതം രൂപത്തിനും ഭാവത്തിനും അതീതമായ ബോധത്തിന്റെ തലം. ബൈബിളിലേക്ക് വന്നാലോ കറതീർന്ന വിശ്വാസം. അത് ഈ നിമിഷമാണ്. അതായത് കടുകുമണി പോലും വിശ്വാസം മതി. എന്താണ് കാരണം? ഈ കടുകുമണി അത് സ്പേസ് ഇല്ല, അത് കംപ്ലീറ്റ് നിറഞ്ഞിരിക്കുകയാണ്, അവിടെ കളങ്കത്തിന്റെ ലെവലേശമില്ല. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധമതത്തിലേക്ക് വന്നാലോ പ്രാണന്റെ അവസാന തട്ട്, പ്രാണ ശുദ്ധീകരിച്ച് അവസാന തട്ട്. നമ്മുടെ മൈൻഡ് മാറുന്നതനുസരിച്ച് നമ്മൾക്ക് ചുറ്റുമുള്ള സൂക്ഷ്മമായ ഓറയും മാറാൻ തുടങ്ങും. ആ സാഹചര്യങ്ങളും മുഴുവൻ നമ്മുടെ അടുത്തേക്ക് വരുത്താൻ തുടങ്ങും. പക്ഷെ ഇവിടെ മനുഷ്യർ എന്താ ചിന്തിക്കണേ? ഇല്ലായ്മ, ദുഃഖം, ദുരിതം, ആവലാതി. അപ്പൊ എന്ത് പറ്റും? ഇതെനിക്ക് തരൂ തരൂ തരൂ. ഇതാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കാണ് എന്തെങ്കിലും അസുഖമുണ്ടോ? വെറുതൊന്ന് വിചാരിച്ചിട്ട് മതി. ഈ വിരലിൽ വല്ല കുഴപ്പമുണ്ടോ? ഒരു 5 ദിവസം വിചാരിച്ചു വിരൽ വലുതാവാൻ തുടങ്ങും, നീര് വരാൻ തുടങ്ങും. കാരണം എന്താ? ഹോർമോൺ അവിടെ ക്രിയേറ്റഡ് ആയി. ആരാ കാരണക്കാരൻ? മനസ്സ്. അപ്പൊ ആ ഒരു തലത്തിലാണ് വിചാരിക്കേണ്ടത്. അത് പെട്ടെന്ന് അംഗീകരിക്കില്ല. പോസിറ്റീവ് സൂക്ഷ്മതയിലാണ് നിൽക്കുന്നത്. നല്ല നല്ല കാര്യങ്ങളുടെ ഫ്രീക്വൻസി ലെയർ വളരെ സൂക്ഷ്മതയാണ്. അത് നമ്മളിലേക്ക് കയറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്? മൈൻഡിൽ ചില ന്യൂനതകളുണ്ട്, ചില ദുർബലതകൾ മനസ്സിലുണ്ട്. വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുക. ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എന്തു പറഞ്ഞോ കണ്ണടച്ചിട്ട് നിങ്ങളുടെ പുരിക മധ്യത്തിൽ പീനിയൽ ഗ്ലാൻഡിൽ ശ്രദ്ധിച്ചിട്ട് എന്ത് പറഞ്ഞോ അത് നിങ്ങളുടെ വിധിയായി രൂപാന്തരപ്പെടും. ഓർത്തു വെച്ചോളം ഈ ഉപദേശം. ഉറങ്ങുന്നതിന് മുമ്പ് വീണ്ടും വീണ്ടും എല്ലാ ദിവസവും നിങ്ങൾ എന്ത് വിചാരിച്ചോ അത് അച്ചിട്ടതുപോലെ നടക്കും ഈ പുരിക മധ്യത്തിൽ. അതുകൊണ്ടാണ് എല്ലാ മതങ്ങളും നെറ്റിയില്ലാത്ത ഒരു പ്രാർത്ഥനയുമില്ല, അല്ലെ? ഒന്നല്ലെങ്കിൽ കുമ്പിടൽ വരും, അല്ലെങ്കിൽ നെറ്റ് മുട്ടിക്കൽ വരും, അല്ലെങ്കിൽ തിലകം ചാർത്തൽ വരും. എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടാവും. അതാണ് പറഞ്ഞത് കുസ്തോക്കരോ കുസ്തോജായക. അതായത് എന്തെങ്കിലുമൊക്കെ ചെയ്യ, അവിടെ എന്തെങ്കിലും നടന്നോളും. ഈ മടിയന്മാരോട് പറയണ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, പഠിച്ചതല്ലേ, എന്തെങ്കിലുമൊക്കെ നടന്നോളും. അപ്പൊ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മളെന്താണ്? ചിറകൊടിഞ്ഞ കിനാക്കൾ, കഥയല്ലത് ജീവിതം. പിറ്റേ ദിവസം കഥയും തീരും, എല്ലാം തീരും. ചുമന്നുകൊണ്ടാണ് പിന്നെ ആൾ മരണപ്പെട്ടിരിക്കുന്നു, ആദരാഞ്ജലി, കുറെ മാലയും ചാർത്തി കൊണ്ടുപോകും. എന്തിനു ജീവിച്ചു, എന്തിനു മരിച്ചു. കുടുംബത്തിനും തന്നെയില്ല, മറ്റുള്ളവർക്കും ഗുണമില്ല, ആർക്കും അവനവന് തന്നെ ഗുണമില്ല. അങ്ങനെ കുറെ ആൾക്കാരുണ്ട് നിർഗുണമായിട്ട് നടക്കാണ് രൂപങ്ങളായിട്ട്. എന്തിനോ മതി ഭൂമിയിലേക്ക്. അപ്പൊ ഓണത്തിന്റെ എല്ലാ ആശംസകളും നിങ്ങൾ അറിയിക്കുന്നു. ഓണം ഒരു മലയാളി എവിടെ ചെന്നാലും, അതിനി ലോകത്തിന്റെ ഏത് മൂലയ്ക്ക് ചെന്നാലും ഓണവും കൂടെ ഉണ്ടാവും. അതൊരു മതസൗഹാർദ്ദത്തിന്റെ ഒരു അച്ചുതണ്ടും കൂടിയാണ്. നന്മയുടെ ഒരു ലോകം. മതസൗഹാർദ്ദം ഇത്രയും ഉന്നതിയിൽ നിൽക്കുന്ന ഏതെങ്കിലും സ്റ്റേറ്റ് ഉണ്ടോ? കാരണം എന്താണ്? ഇവിടെ എല്ലാവരും കൂട്ടത്തോടെ ജീവിക്കുകയാണ്. ഇപ്പൊ ഒരു ബസ് വാങ്ങിച്ചു, അതിന്റെ ഓണർ ജോർജ് ആയിരിക്കും, അതിന്റെ ഡ്രൈവർ സിജിത്ത് ആയിരിക്കും, അതിന്റെ മറ്റുള്ള സ്റ്റാഫ് മുഹമ്മദ് ആയിരിക്കും. പിന്നെ എവിടെ, അല്ലെ? ചിന്തിക്കാൻ വല്ല നേരമുണ്ടോ? എല്ലാവരോട് ചേർന്നാണ് ഓരോ സംരംഭം നടത്തുന്നത്. അപ്പൊ പിന്നെ അതിന്റെ പ്രസക്തി പോയി, ആർക്കൊന്നിനും സമയമില്ല. മറ്റതല്ല, ഓരോരുത്തരും ആലോചിക്കുകയാണ്. ഈ മതം എന്തെന്നറിയില്ല, ഗ്രന്ഥം എന്തെന്നറിയില്ല, അവിടെയാണ് ഈ കുഴപ്പം മുഴുവൻ. ഗീതോപദേശം അറിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, അതറിയില്ല, തലയിൽ കയറില്ല. കാരണം മെഡിറ്റേഷൻ ചെയ്യണം. മെഡിറ്റേഷൻ ചെയ്താലാണ് ഗീതോപദേശം എന്താണെന്നറിയാറ്. ഖുറാൻ എന്താണെന്നറിയില്ലെങ്കിൽ അതിസൂക്ഷ്മതയിൽ പോണ്ടി വരും. ഇതേ രീതിയിൽ അതിസൂക്ഷ്മമായ അവസ്ഥയിലേക്ക് പോണ്ടി വരും. അത് സാധാരണക്കാർക്ക് അറിയില്ല. അതേ തന്നെ ബൈബിളിലും വന്നു. അപ്പൊ എല്ലാ ഗ്രന്ഥങ്ങളിലും ഈ രീതിയിൽ പോയിട്ടുണ്ട്. വിദ്യകൾ ഒളിഞ്ഞു കിടപ്പുണ്ട്, ഇപ്പൊ സങ്കല്പ ശക്തിയുടെ കാര്യങ്ങളൊക്കെ ഒരുപാട് പറയാനുണ്ട്, വർഷങ്ങളോളം നിന്ന്. അപ്പൊ ഇനി ഞാൻ നീട്ടുന്നില്ല. എല്ലാവർക്കും ഓണത്തിന്റെ ആശംസകൾ നേരുന്നു. എല്ലാവരും സന്തോഷവാന്മാരല്ലേ? പലർക്കും വിശ്വാസം ഉണ്ടായില്ല. ആരൊക്കെയോ എന്തൊക്കെയോ ഡ്യൂപ്ലിക്കേറ്റ് മെസ്സേജ് കിട്ടാറുണ്ട്. കുറച്ച് ദിവസം മുമ്പ് കോയമ്പത്തൂർ ക്ലാസ് തുടങ്ങി, ദുബായ് ക്ലാസ് തുടങ്ങി. ഞാൻ പറഞ്ഞു ഞാനല്ല ക്ലാസ് എടുക്കണ്ടേ, ഞാൻ അറിയാതെ അവിടെ ക്ലാസ്. അപ്പൊ അങ്ങനെയൊക്കെ വ്യാജ മെസ്സേജുകളൊക്കെ കുറെ വന്നായിരുന്നു. അതുകൊണ്ട് പലർക്കും വിശ്വാസമായില്ലായിരുന്നു. നമ്മൾ ക്ലാസ് എല്ലാം തുടങ്ങും. ഓക്കെ, താങ്ക്സ്. താങ്ക് യു മാസ്റ്റർ.